സദസ് നിറയെ ആരാധകർ. നായകന്റെ എൻട്രി. വേഷം വെള്ള ഷർട്ടും മുണ്ടും, കഴുത്തിൽ രുദ്രാക്ഷമാല. ആരാണെന്ന് മനസ്സിലായല്ലോ? നടനും സംവിധായകനുമായ ദേശീയ പുരസ്കാര ജേതാവ് ധനുഷ് തന്നെ. നടന്റെ ആരാധക കൂട്ടായ്മ ചെന്നൈയിൽ നടത്തിയ രക്തദാന ക്യാമ്പാണ് വേദി. തമിഴ് സൂപ്പർ താരം വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച നാൾ മുതൽ ധനുഷും അതേ പാത പിന്തുടരാൻ ഒരുങ്ങുകയാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. അതിന് അടിവരയിടുന്നതായിരുന്നു ഈ രക്തദാന ക്യാമ്പിൽ ധനുഷ് നടത്തിയ പ്രസംഗം. തലൈവർ സ്റ്റൈലിൽ പോസിട്ട് ഇടയ്ക്ക് ചിരിച്ചുകൊണ്ടുള്ള പതിവ് പ്രസംഗമായിരുന്നില്ല അത്. പക്ക പൊളിറ്റിക്കൽ സ്പീച്ച്, അതും എഴുതി തയ്യാറാക്കിയ ഒന്ന്. തീപ്പൊരി മോഡുലേഷൻ കൊടുത്ത് ധനുഷ് എന്ന നടൻ പേപ്പറിലെ വരികളുടെ പഞ്ചുകൂട്ടി, അതും ഒരു രാഷ്ട്രീയക്കാരന്റെ ശരീരഭാഷയിൽ. ഓഡിയോ ലോഞ്ചിലും ഫാൻ മീറ്റുകളിലും ഫോട്ടോ എടുത്ത് പോകാനല്ല നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടതെന്ന് ആരാധകരെ താരം ഓർമ്മപ്പെടുത്തി. തിയേറ്ററുകളിലെ ആഘോഷങ്ങൾക്കും അപ്പുറം ജനക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ധനുഷ് അവരോട് ആവശ്യപ്പെട്ടു. തങ്ങളുടെ ഒത്തൊരുമയുടെ ശക്തി ഉപയോഗിക്കണമെന്ന് ആരാധകരോട് ധനുഷ് പറഞ്ഞു. അതെങ്ങനെ വേണമെന്നും നടൻ വ്യക്തമാക്കി. തങ്ങളുടെ പ്രദേശത്തെ ജീവകാരുണ്യ ജനക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണം. കഴിയുന്നത്ര സഹായം ജനങ്ങൾക്കായി ചെയ്യണം. നിങ്ങളെ ഓർത്ത് എനിക്ക് ഇനിയും കൂടുതൽ അഭിമാനം തോന്നണം. നിങ്ങൾ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുകൂടി ധനുഷ് പറഞ്ഞതോടെ താരത്തിനായി കയ്യടികൾ മുഴങ്ങി. ആരാധക കൂട്ടായ്മകളെ സാമൂഹ്യ സേവനത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ഈ നീക്കം ധനുഷിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ടീസറാണോ എന്ന സംശയത്തിലാണ് സോഷ്യൽ മീഡിയയും ആരാധകരും. വിജയ് മക്കളിയക്കം എന്ന ആരാധക കൂട്ടായ്മയിലൂടെ വിജയ് സംഘടിപ്പിച്ച ക്ഷേമ പ്രവർത്തനങ്ങളും അതുവഴി നടന് ലഭിച്ച ജനപ്രിയ മുഖവും ചൂണ്ടിക്കാട്ടിയാണ് ധനുഷിന്റെ ഈ പ്രസ്താവനയെ രാഷ്ട്രീയ പ്രവേശന സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ വ്യാഖ്യാനിക്കുന്നത്. തമിഴ്നാട്ടിൽ പലയിടങ്ങളിലായി കിടന്നിരുന്ന തന്റെ ഫാൻസ് അസോസിയേഷനുകളെ ഒരു കുടക്കീഴിൽ കൂട്ടിച്ചേർത്ത വിജയ് നടത്തിയ രക്തദാന ക്യാമ്പുകളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും മറ്റ് ക്ഷേമ പരിപാടികളും അത്ര ചെറിയ സ്വാധീനമല്ല തമിഴക രാഷ്ട്രീയത്തിൽ ചെലുത്തിയത്. അത് എതിർകക്ഷികൾക്ക് മനസ്സിലായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 മണ്ഡലങ്ങളിൽ വിജയുടെ നേതൃത്വത്തിൽ തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വെന്നിക്കൊടി പാറിച്ചപ്പോഴാണ്. ഇതിന്റെ സൂചന വിജയ ആരാധകർ നേരത്തെ തന്നിരുന്നു എന്ന കാര്യം പറയാതിരിക്കാൻ ആകില്ല. 2021 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് തന്റെ ആരാധകരുടെ പവർ ദളപതി പരീക്ഷിച്ചത്. അന്ന് 169 സീറ്റിൽ മത്സരിച്ച വിജയ് മക്കളിയക്കം അംഗങ്ങൾ 115 ഇടങ്ങളിലാണ് വിജയിച്ചത്. അതിന്റെ ഒരു തുടർച്ചയായിരുന്നു 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പും അതിന്റെ ഫലവും. ധനുഷിന്റെ കഴിഞ്ഞ ദിവസത്തെ ആഹ്വാനം ഏവരും ശ്രദ്ധയോടെ വീക്ഷിക്കാൻ ഒരു കാരണം ഇതാണ്. മറ്റൊന്ന് ധനുഷ് ഫാൻ ക്ലബിന്റെ കൊടിയാണ്. അടുത്തിടെ ആ കൊടി ഏറെ ചർച്ചയായിരുന്നു. ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള ഈ കൊടിയുടെ ഒത്ത നടുക്ക് ഒരു നക്ഷത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കൈകൾ കൂപ്പി നിൽക്കുന്ന ധനുഷിനെയും കാണാം. അദ്ദേഹത്തിന്റെ എണ്ണം പോൽ താൻ വാഴ്ക്കേ എന്ന മോട്ടോയും. ഇത് ധനുഷിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയാണെന്ന് വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ഒരു ഫാൻ മീറ്റിൽ ഈ കൊടി സ്റ്റിക്കറായും മറ്റും ആരാധകർ വാഹനങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചതോടെയാണ് നടന്റെ രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾക്ക് ചൂടുപിടിച്ചത്. എന്നാൽ 15 വർഷത്തോളമായി തങ്ങൾ ഇതേ കൊടിയാണ് ഉപയോഗിക്കുന്നതെന്ന ഫാൻ ക്ലബ് തലവൻ സുബ്രഹ്മണ്യൻ ശിവ വ്യക്തമാക്കിയതോടെ അഭ്യൂഹങ്ങൾ ഒന്നടങ്ങി. പക്ഷേ പൂർണ്ണമായി കെട്ടുപോയെന്ന് പറയാൻ പറ്റില്ല. നടന്റെ പുതിയ പ്രസംഗത്തിന് പിന്നാലെ ഉയരുന്ന ചോദ്യങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ ഇതെല്ലാം വെറും അഭ്യൂഹങ്ങൾ മാത്രമായി തീർന്നേക്കാം. ധനുഷ് രാഷ്ട്രീയത്തിലേക്ക് വരില്ലായിരിക്കാം. സൂര്യയും വിക്രമും അജിത്തും എല്ലാം പരസ്യമായും രഹസ്യമായും ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണല്ലോ. എന്നാലും ആരാധകരോടുള്ള ധനുഷിന്റെ ഈ ആഹ്വാനം, ഈ വലിയ സിഗ്നലിനെ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. തമിഴക രാഷ്ട്രീയ ചരിത്രം ഇത്തരം സിഗ്നലുകളെ കൂടി പരിഗണിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വെട്രിമാരൻ മാരി സെൽവരാജ് സിനിമകൾക്ക് പുറത്തും വിദ്യാഭ്യാസം, നിലം, പോരാട്ടം, സ്വത്വം എന്നിവയെക്കുറിച്ച് ധനുഷ് സംസാരിച്ചു തുടങ്ങിയാൽ അത് ഒരു സാമൂഹിക ജീവിയുടെ അഭിപ്രായ പ്രകടനങ്ങളായി മാത്രം കാണാൻ പറ്റില്ല.